ാണ് ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ അയ്യോ, എന്നെ അമേരിക്കയിൽ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ. രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടു റോഡിലൂടെ ഇങ്ങനെ തെരാപ്പര നടക്കുവാണ്. ഇവിടെയുള്ള മലയാളികളെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. എന്നെ വിളിച്ചു വരുത്തി വീട്ടിൽ 2-3 ദിവസം താമസിപ്പിച്ചിട്ട് 4ാമത്തെ ദിവസം എന്നെ ഇറക്കി വിട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഫോളോവേഴ്സുള്ള അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക് പാക്കർ അരുണിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതോടുകൂടി ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആളെ ചീത്ത പറയാൻ തുടങ്ങി. അരുണിമ ആരെക്കുറിച്ചാണ് പറഞ്ഞത്, അയാളെ പോയി ചീത്ത പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആരാണ് ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US മലയാളിയാണ്. അതായത് അവിടെ കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരാളാണ്, അമേരിക്കയിലാണ്. അപ്പോൾ ഈ അരുണിമേൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്. അപ്പോൾ അരുണിമ US വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ചങ്ങായി എന്ത് ചെയ്തു, ഏതായാലും നാട്ടിൽ നിന്ന് വരുന്നതല്ലേ, ചെറിയൊരു ഉപകാരം ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അരുണിമേനെ 2 ദിവസം വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അരുണിമ ഒരു 2-3 ദിവസം അവരുടെ വീട്ടിൽ താമസിക്കുന്നു. ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ജോർജ് ഏട്ടൻ്റെ പേരമക്കളും അവരുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അരുണിമേനോട് പറഞ്ഞു, മോളെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അപ്പോൾ തിങ്കളാഴ്ചത്തേക്കൊന്ന് വീടൊന്ന് കാലിയാക്കി തരണം, കാരണം വെച്ചാൽ നമ്മുടെ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഈ പറയുന്ന അരുണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ തന്നെ പോകുകയാണെന്നും പറഞ്ഞിട്ട് ബാഗും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ചങ്ങായി എന്ത് ചെയ്തു, അവിടെ നിന്നൊരു വീഡിയോ ഇട്ടു. അയ്യോ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് വീഡിയോ ഇട്ടു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവരുടെ ഫാൻസും അല്ലെങ്കിൽ നമ്മൾ മലയാളികളായിട്ടുള്ളവരും, അയ്യോ ഇതെന്ത് പരിപാടിയാണ് കാണിച്ചിട്ട് രാത്രിയിലൊരു പാവം പെൺകുട്ടീനെ ഇറക്കി വിട്ടേക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ജോർജ് ഏട്ടൻ്റെ വീട്ടുകാർക്കെതിരെയും വീഡിയോസ് വന്നു, അല്ലെങ്കിൽ കമൻസ് വന്നു, പല രീതിയിലും വന്നു. നമുക്ക് ആകെ അറിയുന്നത് എന്താണ്, അരുണിമ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പറയുന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് കുറച്ച് ഫോളോവേഴ്സ് കൂടുതലുള്ള ആരെങ്കിലും വന്നിട്ട്, അത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഇൻഫ്ലുവൻസറോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവർ വന്നിട്ട് ഇപ്പം എന്തെങ്കിലും കരഞ്ഞുകൊണ്ടോ നിലവിളിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ആളുകൾ ഇവരുടെ പുറകെ, അയ്യോ അരുണിമേനെ ആരോ കുറ്റം പറഞ്ഞ്, അരുണിമേനെ ചീത്ത പറഞ്ഞ്, അരുണിമേനെ ഇറക്കി വിട്ടേന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ ഭാഗം നമ്മൾ കേൾക്കാതെ ഇവരുടെ പുറകെ ഇങ്ങനെ ചൂട്ടും കത്തിച്ചുകൊണ്ട് പോകും. അതാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് ഈ ജോർജ് ഏട്ടൻ തന്നെ വന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത് ജോർജ് ഏട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന അരുണിമേനെ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി 2-3 ദിവസം അവിടെ താമസിപ്പിച്ചു. അപ്പോൾ ശനിയാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, അതായത് നമ്മുടെ കൊച്ചുമക്കളുടെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഇവിടെ നിന്ന് മാറി തരണം എന്ന് അരുണിമേനോട് പറയാണ്. ഇത് കേട്ട അരുണിമയ്ക്ക് അയ്യോ പറ്റൂല, നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്ര ദിവസം നിൽക്കുന്നു അതുവരെ നമുക്കുള്ള പരിപാടി, അതായത് നമുക്കുള്ള കിടക്കയും കട്ടിലും എല്ലാം നമുക്ക് തന്നിരിക്കണം, നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അരുണിമയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് പറ്റാണ്ടായി. അതായത് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ പോകണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇപ്പം പോകണ്ട മോളെ, തിങ്കളാഴ്ചത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അരുണിമ അങ്ങോട്ടേക്ക് കയർത്തു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം അരുണിമേൻ്റെ വീഡിയോ മാത്രമേ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, എന്തുകൊണ്ട് അരുണിമ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ ജോർജ് ഏട്ടൻ ഈ അരുണിമയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജോർജ് ഏട്ടൻ്റെ കൊച്ചുമോൾ എടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നാളെ പോണെന്നല്ലേ പറഞ്ഞേ, മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ചു. എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാന്. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണോന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല, നാളെ പോണെന്നാ പറഞ്ഞു. നാളെ പോണോന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്റെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടേക്കാണ് താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്.
അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നത് ഞാൻ അവരോട് പറഞ്ഞു. നാളെ പോയി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ പോണോന്ന് പറഞ്ഞില്ല. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ ടു. ഓക്കേ, നാളെ നോക്കാം. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. അതാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നീ എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറയാം. ഇല്ല, ഞാൻ ജസ്റ്റ് ബായ് പറയാൻ വേണ്ടിട്ട് ആളുടെ സംസാരിച്ചു. അവർക്ക് കംഫർട്ട് അല്ല, അവർക്ക് ഓക്കെ അല്ലെങ്കിൽ നീ അവിടെ ഇറങ്ങണം. അവരുടെ വീടല്ലേ, അതല്ലേ മര്യാദ. അപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അരുണിമയ്ക്ക് അന്നേരം പറ്റില്ല. അരുണിമ വിചാരിച്ചു അരുണിമേൻ്റെ കയ്യിൽ മാത്രമേ ഫോണുള്ളൂ, ഫോണിൽ ക്യാമറയുള്ളൂ എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷെ അമേരിക്കയിൽ പോലെ UK ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ആളുകളുടെ സ്വകാര്യതയ്ക്ക് ഭയങ്കര വില കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇതൊക്കെ എടുത്തിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ ഈ പറയുന്ന ജോർജ് ചേട്ടൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അരുണിമ ഇപ്പോൾ US-ലുണ്ട്. അപ്പോൾ US-ലെ ഈ കേസിൻ്റെ പുറകെ കുറച്ച് നാൾ നടക്കേണ്ടി വരും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അരുണിമ നല്ലൊരു വ്ളോഗറാണ്, നല്ലൊരു ട്രാവൽ വ്ളോഗറാണ്. ഭയങ്കര ശക്തിയും ബുദ്ധിയും അതേപോലെ തന്നെ എന്താ പറയുക ധൈര്യമുള്ള ഒരാളാണ്. ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണോ? അല്ല. 5 പൈസ ഇല്ലാത്തവരാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് ഓസിക്ക് കടന്ന് തിന്ന് നടന്ന് ഈ പറയുന്ന കാഴ്ചകൾ കാണാൻ ഇവർ മറ്റേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. ഇവർക്ക് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ നാട് കാണുക, അടിച്ചു പൊളിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന നാട് കാടും മലയും ഇതെല്ലാം കയറി നടക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടൊന്നിനും വേണ്ടിയിട്ടല്ല ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലെ പ്രൊമോഷനിൽ നിന്നും എല്ലാത്തിൽ നിന്നും വരുമാനമുണ്ട്. ഈ വരുമാനം വെച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ റൂം എടുക്കാം, സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, അങ്ങനെ എന്തും ചെയ്യാം. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കണ്ടവരുടെ വീട്ടിലെല്ലാം പോയി ഇങ്ങനെ കിടക്കേണ്ട ആവശ്യം? എന്തിനാണ് മറ്റുള്ള അയ്യോ എന്നെ ഇറക്കി വിട്ടു, അല്ലെ എന്നെ കിടത്തിയില്ല, എന്നെ പിന്നെ വീട് തന്നില്ല, ചോറ് തന്നില്ല എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴി എല്ലാം പൈസ കിട്ടുന്നുണ്ട്. ഈ പൈസയിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് ഒരു $500 $600 കൊടുത്തിട്ട് ഒരു റൂം എടുക്കുക, അവിടെ കിടക്കുക, താമസിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് യാത്ര പോവുക. ഇതൊക്കെയല്ലേ വേണ്ടത്. അല്ലാണ്ട് അയ്യോ എനിക്കൊരു റൂം തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ, ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും കേട്ടോ. ഇത് ചോദിക്കുന്നൊന്നുണ്ടാവില്ല. പക്ഷേ ഇവരെ അറിയുന്നവരിങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇവിടെ താമസിച്ചോ അല്ലെങ്കിൽ ഇവിടെ കിടന്നോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന അത്രയും ദിവസം മാത്രം നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം അവിടെ പോയി സ്റ്റേ ചെയ്യുക, അവരുടെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അടിച്ച് പൊളിച്ച് നടന്നിട്ട് പോവുക. അല്ലാതെ അവരിപ്പോൾ ഒരു 3 ദിവസം നിർത്തി കഴിഞ്ഞ് 4ാമത്തെ ദിവസം പോകാൻ പറയുമ്പോഴത്തേക്കും അയ്യോ നമ്മളെ കൊണ്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിയാക്കുന്നത് നല്ലൊരു പരിപാടിയല്ല. എന്തായാലും ഇവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല പോയിട്ടുള്ളത്. ഇവർക്ക് അടിച്ചു പൊളിക്കാനും ഇവർക്ക് എൻജോയ് ചെയ്യാനും ഇവർക്ക് പൈസ ഉണ്ടാക്കാനും ഇവർക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ യാത്ര ചെയ്യിപ്പിക്കുക എന്നുള്ളതൊന്നും നമ്മുടെയോ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെയോ കടമയല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതേപോലെ താമസമോ ഭക്ഷണമോ കിട്ടുന്നുണ്ടെങ്കിൽ അതും മേടിച്ച് അവിടെ ചുരുണ്ടും കൂടി കിടന്നിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് റൂം എടുത്തിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇതല്ലേ വേണ്ടത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സാധനം ഇടുമ്പോഴത്തേക്കും അയ്യോ അരുണിമേനെ എല്ലാവരും ചീത്ത പറഞ്ഞു, അയ്യോ അരുണിമേനെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അരുണിമ നമുക്ക് വേണ്ടി ഒരുപാട് നമുക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടിട്ടുള്ളത്? ഒന്നുമില്ല. ഇവർ കറങ്ങുന്നു, ഇവർ വീഡിയോ എടുക്കുന്നു, ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇടുന്നു, അത്രേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതായാലും സഹായിക്കാൻ വേണ്ടി ചെന്ന ജോർജ് ഏട്ടൻ ഇപ്പം ആകെ പെട്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ജോർജ് ഏട്ടൻ അവസാനം എന്ത് ചെയ്ത്, ജോർജ് ഏട്ടൻ ആകെ പെട്ടിരിക്കുകയാണ്.
അപ്പോൾ ഏതായാലും ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കൊണ്ട് അല്ലെങ്കിൽ വീഡിയോ കിട്ടിയത് കൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ജോർജ് ചേട്ടൻ്റെ നിരപരാധിത്വം മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ അരുണിമാൻ്റെ വീഡിയോ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആളുകൾ പോയിട്ട് ജോർജ് ചേട്ടനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ആരെങ്കിലും ഒരാളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജ് ചേട്ടനെ ചീത്ത വിളിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും ജോർജ് ചേട്ടൻ്റെ ഒരു മറുപടി വന്നപ്പോഴത്തേക്കും അതൊക്കെ തിരുത്തി എഴുതുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.